സിബി ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ നയപ്രഖ്യാപന പ്രസംഗമുണ്ട്. അതായത് സാമ്പത്തികവും രാഷ്ട്രീയവുമായി ഇനി എങ്ങനെയാണ് മോദി ഭരിക്കുന്നത് എന്നതിൻ്റെയൊക്കെ ഉള്ളൊരു ദിശ ഒരുപക്ഷെ രൂപപ്പെടുന്നത് വായിച്ചെടുക്കാവുന്ന വേള കൂടിയാണത് അല്ലേ? തീർച്ചയായും അജിംഷാദ്, ഇന്നിപ്പോൾ രാവിലെ 11 മണിയോടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യും. ഇരു സഭകളെയും ഇന്നിപ്പോൾ രാജ്യസഭയും ആരംഭിക്കുകയാണ്. 264ാമത്തെ രാജ്യസഭാ സമ്മേളനമാണ് ഇന്ന് ആരംഭിക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയും ഈ രാഷ്ട്രപതിയുടെ പ്രസംഗം തന്നെയാണ്. ഈ വരുന്ന 5 വർഷക്കാലം എങ്ങനെയായിരിക്കണം, ഏതൊക്കെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആശയങ്ങളും പദ്ധതികളും എല്ലാം സംബന്ധിച്ചൊരു ചില വിവരണങ്ങൾ കൂടി ഈ ഒരു നയപ്രഖ്യാപന പ്രസംഗത്തിലുണ്ടാകും. സ്വാഭാവികമായും ഒരു രാജ്യം, ഒരു തെരഞ്ഞെടുപ്പ്, ഏകീകൃത സിവിൽ കോഡ് അടക്കമുള്ള വിഷയങ്ങളെല്ലാം തന്നെയും മൂന്നാം മോദി സർക്കാർ കൊണ്ടുവരുമെന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ നരേന്ദ്രമോദിയുടെ വാഗ്ദാനങ്ങളൊന്നായിരുന്നു. 400 സീറ്റ് ലഭിച്ചാൽ ഭരണഘടന വരെ മാറ്റി എഴുതുന്ന രീതിയിലുള്ള ക്യാമ്പയിനായിരുന്നു നടത്തിയിരുന്നത്. സ്വാഭാവികമായും ഇത്തവണ കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്ന ഒരു സാഹചര്യത്തിൽ ഇനി ഈ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗവും ഏറെ നിർണായകം തന്നെയാണ്. അവർ പറയുന്ന ഓരോ വാക്കുകളും ഓരോ ആശയങ്ങളും ഈ BJP-യുടെയും RSSൻ്റെയും അജണ്ടകൾ ഏതൊക്കെ എന്നെല്ലാം നിലയും ഇതിൽ ഉറ്റുനോക്കുന്നു. എന്തായാലും ഇതിനുശേഷം നന്ദി പ്രമേയ ചർച്ച അടക്കമെല്ലാം എല്ലാം തന്നെ ഉണ്ടാകും. നരേന്ദ്രമോദി സംസാരിക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും തുടർ നടപടിയിലേക്ക് മറ്റംഗങ്ങളും സംസാരിക്കുക. എന്തായാലും അതോടൊപ്പം തന്നെ നെറ്റ് വിഷൻ അടക്കമെല്ലാം തന്നെ ഉയർത്തിക്കാട്ടാനുള്ള സാധ്യതയും ഇന്നുണ്ട്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി സത്യപ്രതിജ്ഞാ ചടങ്ങും സ്പീക്കർ തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഇന്നിപ്പോൾ രാഷ്ട്രപതിയുടെ ഈ ഒരു പ്രസംഗത്തിന് ശേഷം ഒരുപക്ഷെ പ്രതിപക്ഷം ശക്തമായി നെറ്റ് വിഷൻ അടക്കമെല്ലാം തന്നെയും ഉയർത്താനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും ഈ കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും ശക്തമായ പ്രതിപക്ഷത്തിനെതിരെ ശക്തമായ ഒരു തങ്ങളുടെ ആശയങ്ങളിൽ യാതൊരു മാറ്റമില്ല എന്ന ഒരു പ്രതീതി തന്നെ ഈ BJP കൊണ്ടുവരുന്നുണ്ട്. കാരണം അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇന്നലെ ഈ സ്പീക്കർ കൊണ്ടുവന്ന ഒരു അസാധാരണമായ പ്രമേയം എന്ന് പറയുന്നത്. എന്തായാലും പ്രതിപക്ഷവും അതിനെ ശക്തമായി എതിർക്കുന്നു. കോൺഗ്രസ് അടക്കം ഇന്നലെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. പിന്നീട് ലോക്സഭ ഇന്നലെ പിരിയുകയും ചെയ്തു. എന്തായാലും ഇന്നും സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യതയും ഉണ്ട്. അജിംഷാദ്. ശരി, സിബി ജോസഫാണ് പാർലമെൻറ്റിലെ ഇന്നത്തെ വിവരങ്ങൾ. 11 മണിയോടുകൂടിയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ നയപ്രഖ്യാപന പ്രസംഗം. എൻ്റെ വിവരങ്ങളടക്കം നൽകിയത്.